കണ്ണാണ്ടിടാത്ത ബ്രോ. ഓടി നടക്കണല്ലേ കണ്ണാണ്ടൂടേലും. വണ്ടി ഇടിക്കും. വണ്ടി വരുന്ന പറഞ്ഞ പൊന്നക്കാരൻ ചാടി ഓടിയടാ. എന്തൊരു സീരിയസ്. മതില് കേറി ഓടി, സേഫ് സോണിൽ കേറി. നീന്ത് വെടിമാറ്റി നീന്ത് ബ്രോ. വെള്ളത്തിലാണ് ബ്രോ വെള്ളത്തിലാണ്. നീന്ത് കൈ വെച്ച് വീശി നീന്ത് ബ്രോ. ഓടല്ലേ നീന്താൻ. ഇത് തിരിച്ചു വാ നീന്ത്. ഓട് ബ്രോ ഓടിക്കോ. നല്ല പേരാണ്. പാവടാ. ഹലോ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് സരക് ഡാനി എന്നാണോന്ന്. അതാര് ചോദിച്ചാരാണ്? ഇതേ നിക്കുന്ന ആള്. ജോണി എന്താടാ അങ്ങനെ ഒരു ചോദ്യം? നമുക്കൊന്ന് സംസാരിച്ചൂടെ ഇവിടെ ആരടുത്തും? ആരാടാ അതിന്റെ പുറകിൽ? സത്യം പറ. നിങ്ങള് സത്യം നിങ്ങളാ അത് ഒളിപ്പിച്ച് വെച്ചിരുന്നായിരുന്നു. 2 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. നീ കണ്ടുപിടിച്ചല്ലോ. ഞങ്ങള് പറയാതിരിക്കുവായിരുന്നു. ബൈക്കിൽ കയറ്റിട്ട് അതോ അവ കൊണ്ട് എവിടെ കൊണ്ടിടിച്ച് ഇടിച്ച് ആരാന്ന് പോലും അറിഞ്ഞൂടാ. ഒരുത്തന്നെ ബൈക്കിൽ കയറ്റിട്ട് കണ്ണ് കാണാതെ റൈറ്റ് നിക്കണതാ റോട്ടില്. കണ്ണ് കാണാതെ റോട്ടിൽ നിക്കണതാ റോട്ടിൽ. ഇവരല്ല അത്. റോട്ടിൽ കൂടെ കിടന്നത്. ഇവര് കണ്ണ് കാണോ ഇല്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എടാ നീ റോട്ടിലാണ് നിക്കുന്നത്. നീ ഇങ്ങനെ നിക്കല്ലേ, വണ്ടി ഇടിക്കൂലേ? നീ പയ്യ വാ. ഇവിടെ തന്നെ നിക്കണം. ഇവിടെ തന്നെ നോക്കി പറഞ്ഞോ. മാറല്ലേ. ഇപ്പൊ സേഫ് ആയിട്ടാണ് നിർത്തിയേക്കുന്നത്. ഇനി ഓടിയാ വേറെ വണ്ടികളൊക്കെ ഒന്ന് ഇടിക്കും. പക്ഷെ ഗരാജിന്റെ ഇപ്പുറം സേഫ് ആയിട്ടാണ് നിർത്തിയേക്കുന്നത്. അല്ല ഇല്ല മണ്ണെണ്ണ അല്ല. അത് മൂത്രം ഇന്നലെ മണ്ണെണ്ണ പിടിച്ചിട്ടാണ് കിടന്നത്. വണ്ടി ലീക്ക് വണ്ടി ലീക്ക് എടാ പാവടെ കൊല്ലല്ലടാ. പാവടെ കണ്ടാ കൊല്ലല്ലേ. ബ്രോ പട്ടി. പാവടാ കൊല്ലല്ലേടാ. എന്തിനാണ് അവനെ കൊന്നത്? എടാ അവനെ വണ്ടി ഇടിച്ച് കൊല്ലൂല്ലായിരുന്നോ? ഇവനെന്തിനാണോ തീ വെച്ച് കൊല്ലാൻ പോയത്? ഹലോ എടാ ഓട്ടോ റീസ് കൂടാ പാവടാ. അണ്ണാ എന്നെ വണ്ടി ഇട്ട് കൊന്നോളാണ്. എന്തായാലും ഒരു ഭംഗിയുള്ള കിട്ടും. ഇതും കൂടി മേടിച്ചോ. അടിക്കല്ലേ പാവപ്പെട്ടവരാണ്. അങ്ങനെയല്ല. മറ്റേ അബ്ദക്കുട്ടി മറ്റേ പറഞ്ഞ മൊയില് നല്ലവണ്ണം അടിച്ചാലേ അത് പറയണേ. നീ എന്തിനാണ് എന്നെ അവൻ പോയി മുണ്ടച്ചിരി. ബ്രോ ഇവിടെ ഒരു പാവപ്പെട്ട കണ്ണ് കാണുന്ന മനുഷ്യനാണ് ബ്രോ. ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? വണ്ടിയില്ല നമ്മുടെ കാര്യയില്. ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അല്ലെങ്കിൽ കുറച്ച് കാശ് തന്നാലും മതി. ആംബുലൻസ് വിളിക്കാൻ ഞങ്ങളായിരുന്നു കാശില്ല ബ്രോ. കളഞ്ഞിട്ട വണ്ടി കൊണ്ടാണ് വന്നത്. കേട്ടാ നീ?
ബ്രോ ഇവിടെ ഒരാള് വണ്ടി ഇടിച്ചിട്ട് ചാവറായി കിടക്കാണ്. ഒന്നെങ്കിൽ ഒരു വണ്ടി ഒന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു കുറച്ച് പൈസ രക്ഷിക്കാന്ന് പറയണേ. ഞാൻ കളഞ്ഞിട്ട് വണ്ടിയാണ് ബ്രോ വന്നത്. എന്തിനു പറയാ, ഈ ശാപം കിട്ടിയിട്ടണ്ണാ പാവത്തില് വന്നല്ലോ. നിനക്ക് ബാൻ കിട്ടും, അതാണ് ശാപം. തീറ്റയൊക്കെ കത്തുമ്പോ ഓടണ്ടേണ്ട, ഇത് കണ്ടു കാണില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് സ്കിന്നില് ഫീൽ ആവില്ലേ? എടാ അവൻ പറഞ്ഞില്ലേ, എടാ അവന് ലോ എച്ച് പി എത്തിനായിരുന്നു, പെട്ടെന്ന് ചത്തുപോയി. ആ ബ്രോ പെട്രോൾ അടിക്കാൻ കുറച്ച് പൈസ ബ്രോ എന്റെ പൈസ ഉണ്ടെങ്കിൽ വരുന്ന ചാവ കിടക്കുന്ന ഇച്ചിരി പച്ചവെള്ളം വായിൽ വെച്ച് ഒടിച്ചു കൊടുക്കൂല്ലേ. എന്നിട്ട് എന്റെ അടുത്ത് പെട്രോൾ അടിക്കാൻ പൈസ വയ്ക്കുന്ന ബ്രോ. എന്റെ വണ്ടി പോലും ഇല്ല ബ്രോ. ഈ വണ്ടി ആരുടെയോ വണ്ടിയാണ് ബ്രോ ഉള്ളതൊരു ഓട് ബ്രോ. ആരുടെ വണ്ടി ഓടിക്കുന്നതേ തെറ്റ്. അപ്പൊ അത് പറ്റില്ല, അത് ഓസിൽ കിട്ടിയ സാധനമല്ലേ, അത് ഓടുന്നവരെ ഓടട്ടെ, അത്രയും കൂട്ടിയാ മതി. മനസ്സിലായില്ലേ? ബ്രോ വണ്ടിന്ന് ഇറങ്ങി പൈസ തരാ. പൈസ ഉണ്ട്. ഐഡി പറ. അണ്ണാ നമുക്ക് ഈ പുള്ളി അന്തരാണോ അല്ലെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. നമ്മള് 4 പേര് ബോട്ട് എടുക്കുന്നത്, നമ്മൾ 3 പേര് ഇറ്റാച്ച് രണ്ടാമത്തെ ബോട്ടിൽ പുറകിന് വരുത്തിക്കുന്നത്. എന്നിട്ട് പുള്ളിയെ ബോട്ടിൽ അങ്ങോട്ട് കൊണ്ട് ഇരുത്തി നടുകടലെത്തുമ്പോ നമ്മൾ ഇറങ്ങി ചാടുന്നത്. പുള്ളി അവിടെ ബോട്ടിൽ ഒറ്റയ്ക്കാവത്തില്ലേ, ആ സമയത്ത് പുള്ളി ഈ ബോട്ടും എടുത്ത് തിരിച്ചു വരുമെന്ന് നോക്കാം. നമ്മൾ നീന്തി ഇറ്റാച്ചിയുടെ ബോട്ടിൽ പോകുന്നു. നിനക്ക് എന്താ രസം, എന്തൊരു സ്വഭാവമാണ് കണ്ടാ ഇതൊക്കെ. പാവപ്പെട്ടവനെ ഓൾറെഡി കൊന്തറാ. അവ ഇനി നമ്മളെ ശബ്ദം കേട്ടാ വരൂല, അറിയാം പോരക്ക്. ഇല്ല പാവണ്ട ഭയങ്കരമാ. അപ്പൊ നമ്മള് ശബ്ദം കേട്ടാ വരത്തില്ല, അത്ര വിശ്വാസം കുറവാണ് അവനിപ്പോ. അണ്ണല്ലേ നമുക്ക് ഫ്ലൈറ്റ് കയറ്റിട്ടാ പറപ്പിച്ചാലാ കാറാന്ന് പറഞ്ഞു. കാറാന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കയറ്റി പറപ്പിച്ചു തരാം. അത് തെറ്റാക്ക, അത് തെറ്റാക്ക. അല്ലെ പിന്നെ നമുക്ക് എടാ മരിച്ച മേടിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലടാ. എനിക്കില്ല. എടാ നീ അല്ലടാ അവനെ കൊണ്ട് ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയാടാ ബൈക്ക് വന്നവനെ. അതാണ് കൊണ്ട് ഇടിച്ചു കളത്, നീ ചത്ത്, അവൻ ഇവിടെ ഒറ്റയ്ക്ക് പോയി. കണ്ണ് കാണാതെ അവൻ നടു റോട്ടിലെ അവൻ ചത്ത്. നീയാണ് ഉത്തരവാദി. അവളെന്നെ കയ്യും കാര്യം കാണിച്ച് ഹലോ അനന്തൻ അനന്തൻ പുള്ളി അന്തനാണേലും പുള്ളിയുടെ പേര് അനന്തൻ. പുള്ളിയുടെ പേരെന്താണ്? പുള്ളിയുടെ പേര് അനന്തൻ. കുട്ടാ ജീജടി ഇല്ല ഇവിടെ കിടക്കും, ആരും വരൂല രക്ഷിക്കാൻ. ഇവിടെ EMS ഒന്നും ഇല്ല. അനന്തോ അനന്താ മൂടിക്കൊണ്ട് ഇറക്കി ഇവ എണീക്കാതെ എനിക്കൊരു ഇതില്ലടാ, സമാധാനം. പുള്ളിയുടെ പേരല്ലേ എബ്രാം ഖുറേഷി അഭിനയിക്കുകയാണെങ്കിലും അവസരം ഒന്ന് ആലോചിച്ച് നിന്നെ കൊല്ല ഒരു പക വിട്ടാ വരുന്നത്. ഓ നേരെ ഇറങ്ങി പള്ളക്ക് കത്തു കുത്തമല്ലേ. മറ്റേ കട്ടപ്പന ഋത്തിക് റോഷന്റെ അങ്ങനെയായിരുന്നു, കണ്ണുമുട്ട നേരെ ഇറങ്ങിയ പള്ളക്ക് കത്തു കുത്തമായിരുന്നു. അതുപോലൊക്കെ ചെയ്യുവാടാ. ഇരിച്ച് വഴിയായി അനന്തോ അടുത്ത കുട്ടാനല്ലടാ നീ. എന്റെ ചങ്ങല്ലേ കിടക്കുന്നത്, എന്റെ ചങ്ങ പിടക്കുന്നല്ലോടാ. ഒന്നും പറ്റിയിട്ടാ, നീ ഒന്ന് മയങ്ങിപ്പോയതാ ചെറുതായിട്ട്. പെട്രോളിന്റെ മണം അടിച്ച് നീ ഒന്ന് മയങ്ങിപ്പോയി. കരിഞ്ഞിട്ടൊന്നും അറിഞ്ഞില്ലേ? അവര് ചുണ്ടിരണ്ട് ഒട്ടിയിരിക്കുകയാണ് കരിഞ്ഞ്. ഇനി നമ്മളെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത്. നിനക്ക് അഡ്വഞ്ചറസ് ആണോ? കണ്ണൂടെയും അഡ്വഞ്ചറസ് ആണോ? എടാ നിന്റെ പേര് അനന്തൻ എന്നാണോ? വരിക്കനെ വരിക്കച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? വരിക്കൻ വരിക്കൻ അനന്തരല്ലേ? ഇല്ല കേൾക്കോ, ധൈര്യമായിട്ട് കേൾക്കോ. ഫ്രണ്ടിട്ടോ, കുറച്ച് ഫ്രണ്ടിട്ടോ, കേൾക്കോ. സെറ്റ് വണ്ടിയുടെ കണ്ണ വണ്ടിയിടാ. പോയി അവന് ആ ഡ്രസ് ഷോപ്പിലെല്ലാം ഇറക്കി വിടുന്നുണ്ടോ? അവൻ അവിടെ ഒറ്റയ്ക്കാവും. കണ്ടാണ് അറിയില്ല. അത് കൊണ്ടുപോയി ഏട്ടവരെയൊക്കെ വെച്ച് എന്തിന് ഉപകാരം നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവിടെ വണ്ടി എടുത്ത നോക്കിട്ട് എടാ എവിടെ പോയത്. ഞാൻ എടുത്തിട്ട് വരാം. നമ്മളെ അനന്തരാണ്
തല്ലാണ് ഇത് കൊടുക്കണം നമ്മുടെ അനന്തന്. അനന്ത് തല്ലാണോ അതോ എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ തപ്പു തല്ലാണെന്ന് പറഞ്ഞോടാ, തല്ലാണ് നമ്മുടെ അനന്തന് അവാർഡിയെ കൊടുക്കും. പിന്നെ ഉണ്ടാ നോക്കട്ടെ. സത്യം നമ്മള് പറയുന്നതായിട്ട് എല്ലാം പോടാ വിശ്വസിച്ച്. അവൻ തിരിച്ചു വരത്തില്ലല്ലോ അണ്ണാ. അവനാണോടാ സൈക്കിളിൽ അനന്ത പോടാ. അനന്ത സൈക്കിളിൽ ചവിട്ടിയിരുന്നോ? ആണാ? കേറണ്ണ അല്ല 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 കേറ് 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 കേറ്. അനന്തന് എന്താണ് നമ്മടെ അനന്തിന് ഒറ്റയ്ക്ക് വരാൻ പറ്റൂല വേണവാ. എന്തിനാ പറയുന്നത്? ഒറ്റയ്ക്ക് വരാൻ പറ്റൂല. അവൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് മുതുക്ക് വരെ നടന്നു പറഞ്ഞ. അവൻ കൊണ്ടുപോയിട്ടാ. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അവന് കിഡ്നി കണ്ണോടത്തിന്റെ കണ്ണടിച്ച് കൊണ്ടുപോയിട്ടാ. എവിടെ പോയെന്നാ നോക്കണേ പറ്റേ കുറച്ചാണ് അനന്തന് ഇനി എന്തൊക്കെ ചെയ്യുവാണ്? എന്റെ അനന്തം പോയലോടാ. അനന്തം പോയ ഇവിടെ എല്ലാരും അനന്തൻ ഫാൻസ് കേട്ടാ. നമ്മള് ചെയ്തത് തെറ്റെന്നാണ് പറയുന്നത് ഇപ്പൊ. നമ്മൾ അവനെ എന്തിനാണ് നമ്മൾ അവനെ മാറ്റി നിർത്തുന്നുണ്ട്. നമ്മൾ അവനെ സത്യത്തെ അവൻ നമ്മളില്ലാതെ ഇപ്പൊ അതെ നമ്മള് മാറ്റി നിർത്തിയില്ല. അവനെ വേറെ ഏത് ജില്ലയിൽ പറഞ്ഞു വിട്ടു, മാറ്റി നിർത്തിയിട്ടില്ല. അവൻ സിറ്റിയിൽ പോയി. അവനെ കടലിൽ തള്ളി. എടാ അവനെ കടലിൽ തള്ളിയത് അറിയത്തില്ല. മറ്റേ പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞത് കള്ളന്റെ എവിടെ കയറ്റി വിട്ടത്. കള്ളൻ എവിടെയെങ്കിലും ഇടിഞ്ഞ് അവനെല്ലാം ഇടിച്ച് ചത്ത് കിടക്കണ്ടോ? ഏതേലും സൈഡിലെ പെൻസിലെ കൊരുത്ത് കിടക്കും, നോക്കിയാ മതി. അനന്ത മറ്റേ റോഡിൽ അടുക്ക് നിൽക്കുകയാണ്. പലേറ്റം ഇത് അനന്തം നടന്നു വരുന്നത്. നമുക്ക് ഒരു വഴിയുണ്ട് ഇപ്പം. ആകെ എന്റെ കൺമുമ്പി പാതയെ തെളിയുന്നുള്ളു. ഞാൻ പറയുന്നത് ഒരു ബൈക്ക് ഇതിൽ കൂടെ വന്ന് പോയെന്ന് ചോദിക്കാം. ഹലോ 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 ഹലോ. ഇവിടെ ബൈക്ക് വല്ലതും കണ്ടായിരുന്നു? ആരെങ്കിലും ബൈക്കിൽ രണ്ടുപേര് വരുന്നത്? ഹലോ, ബൈക്കിൽ രണ്ടുപേര് വരുന്നല്ലോ കണ്ടായിരുന്നോ? ഇല്ല ബ്രോ, കണ്ടില്ല. ഓക്കെ ഓക്കെ. ഞാനാണ് അതിന്റെ ഒരു വഴിയുണ്ട്. വെയിറ്റ്. അനന്തന്റെ നമ്പർ ഉണ്ടല്ലോ പറഞ്ഞല്ലോ. ആലോചിച്ച് നോക്കട്ടാ അനന്തന്റെ അടുത്ത്. അനന്തരം മറ്റേ ചീടിയത്തെ കൊണ്ട് കയറ്റിട്ട് ചീടിയത്തെ കൊണ്ട് കയറ്റിട്ട് വണ്ടി കൊണ്ട് കളിക്കാൻ പാടാന്ന്. സ്പീക്കറിലിടട്ടാ കണ്ണാമ്പി. നമ്പർ എന്തേലും ഉണ്ടാ? അയ്യോ സ്പീക്കറിലിട്, സ്പീക്കറിലിട്. അവന്റെ പേരെന്താണോ പറഞ്ഞ? അനന്തനാ? അല്ല, അവന് ചാനൽ വല്ലതും ഉണ്ടോ? അവന് ചാനൽ വല്ലതും ഉണ്ടോ? അപ്പൊ അയ്യോ ഇല്ല. മരിക്കൻ എന്നാണ് ചാറ്റ് ഇട്ടിട്ടാണോ അവിടെ എടുത്ത് വെക്കണേ? അവൻ കോൾ ചെയ്യണമെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെയാണ്. കോൾ ചെയ്യണല്ലേ? അല്ല അവനെ മുതുക്കുമല്ല കൊണ്ടുവിട്ടോണോ തിരിച്ചു? നോക്കിയേ, ഒതുക്കി നോക്കി താഴെ സൈഡ് വെക്കും. ഒതുക്കി താഴെ സൈഡ് വെക്കുക. അടിയും കുത്തിയല്ലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ആ കൂട്ടത്തിന്റെ ഇടയിൽ നോക്കി 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 അനന്താ നമ്മളെ ഇട്ടിട്ട്
ചേട്ടാ നിങ്ങള് എന്റെ നെയിം ലൈൻ പറഞ്ഞപ്പോ 500 സബ് താങ്ക്സ് ചേട്ടാ. സൂപ്പർ ചാറ്റ് ഒന്നും ചെയ്യണ്ട. അയ്യേ നാരദാ സൂപ്പർ ചാറ്റ് ഒന്നും ചെയ്യാറാ. നിന്റെ RP സംസാരം നല്ലതാണ്. നിനക്ക് അതിന്റെ സ്കില്ലുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. നല്ല രീതിയിൽ നല്ല സിറ്റുവേഷൻസ് ഒക്കെ ചെയ്ത് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് സബ് ചെയ്യാൻ പറഞ്ഞത്. സൂപ്പർ ചാറ്റ് ഒന്നും ചെയ്യണ്ടേ. വരിക്കാ വാടാ കേട്ടോ. നമ്പർ ഇട്ടിട്ട് വിളിക്കാൻ പറഞ്ഞു. ആ അറിയാം. എടാ നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ട് വിളിക്കായിരുന്നെന്ത്? അല്ല നിന്റെ കണ്ണാപ്പിയെ ചാറ്റിൽ നമ്പർ ഇട്ടിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കായിരുന്നെന്ത്? ആ ഇപ്പൊ കാണാമോ? ഇവൻ വെറുതെ പറഞ്ഞ ഒരു പെണ്ണ് കണ്ണൈമ ചെയ്തപ്പോ ഇവൻ കണ്ടം വഴി ഓടിയത് ഇവന് കണ്ണൊക്കെ എല്ലാരും ഒന്ന് സബ് ചെയ്ത് കൊടുക്കുക അവന്റെ ചാനൽ. ഞാൻ ലിങ്ക് ഇട്ടുതരാം. വെയിറ്റ് എല്ലാരും ഒന്ന് കയറി സബ് ചെയ്ത് കൊടുക്കുക അവന്റെ ചാനൽ. 1K ആക്കി കൊടുക്കുക. ഞാൻ പിൻ ചെയ്ത് തരാം. എല്ലാരും കയറി സബ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി അവന് നല്ല ടാലന്റ് ഉണ്ട്. RP നല്ല ടാലന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അവന്റെ ഒരു സംസാരം. ഇപ്പൊ സാക്കിന്റെ ഉമ്മമാരെയൊക്കെ സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അവന്റെ പാലക്കാടൻ സ്റ്റൈല് സംസാരവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാരും സബ് ചെയ്തില്ല ഗൈസ്. എല്ലാരും സബ് ചെയ്തില്ല. ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. എടാ നിനക്ക് സത്യത്തിൽ കണ്ണിന്റെ കാഴ്ച പോയത് എങ്ങനെയാണ്? പറഞ്ഞു നീ കൂടെ വാ. നമ്മളെ കൂടെ വാ. ഞാൻ പിടിച്ചിട്ടുണ്ട്. നീ കൂടെ വന്നാ. വാ വാ. ആ ഉണ്ട്. നടന്നു നേരെ നടന്നാ ഞങ്ങളുണ്ട് കൂടെ. ധൈര്യം നടന്നു. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകല്ലേ നേരെ രണ്ട് സൈഡിലുണ്ട്. ഈ കണ്ണ് കാണാത്തവര് വന്നിട്ട് വണ്ടി ഇടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയെണ്ണ 2 എണ്ണം. എടാ അവൻ പാവടാ. അത് അവന്റെ കൂടെ കണ്ണ് കാണാമെന്നുള്ള ഒരുത്തരായിരുന്നു. ഇവ കണ്ണ് കണ്ടുകൂടാത്തവനാണ്. അയ്യൊക്കെ മച്ചാൻ ഇങ്ങോട്ട് ഇന്ന പാവല്ലേ. ഞാനൊരു 2 കോടി ഇത് വരാം ഇങ്ങോട്ട്. എടാ നമ്മളൊരു പരിപാടിക്ക് കൊണ്ടുപോടാ. പൈസ കൊടുത്തിട്ട് വേണം. അവന്റെ കഥ വെക്കാൻ നിൽക്കുക. നിങ്ങൾ പൈസ കൊടുത്തിട്ട് കൊടുക്കുന്നു. നിങ്ങൾ മുദ്ര വെക്കല്ലേ ഒരു പാവപ്പെട്ടവന്. 1K ആയാ അതായത് എനിക്കും എന്റെ ഒരു ബ്രദേഴ്സിനും ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. കേട്ടിട്ടുണ്ടാവും. ബാൻഡ്രീസ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ കേട്ടിട്ടില്ല. പറഞ്ഞോ. അപ്പൊ നമുക്കിങ്ങനെ കുറെ രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അതേപോലെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് സിനിമ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പൊ അതില് ചെറിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നു. അപ്പൊ ഇവിടെ തുടങ്ങാൻ വേണ്ടി നമ്മളിവിടെ എല്ലാ സെറ്റപ്പും ആക്കി വരികയായിരുന്നു. ഇവിടെ തുടങ്ങാൻ കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ റൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇതിന്റെ ഈ പാട്ടിന്റെ അതായത് മ്യൂസിക് കമ്പോസിങ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ ഒരു സിറ്റിയിൽ എനിക്ക് ഈ ഒരു പാട്ടിന്റെ പരിപാടി കിട്ടിയായിരുന്നു എനിക്ക്. അപ്പൊ അതിന്റെ പരിപാടിക്ക് പോകുന്നതിനിടയിൽ പറ്റിയ ഒരു ആക്സിഡന്റ്. ഞാനല്ല ഓടിച്ചത്, ഒരു ഡ്രൈവറായിരുന്നു. അപ്പൊ ഒന്നാമത് അങ്ങോട്ട് പോകാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പൊ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ പുള്ളിക്കാരൻ വണ്ടി വരുന്ന കണ്ടില്ല. വണ്ടി അടിച്ചു. പുള്ളിക്കാരൻ അവിടെ തന്നെ വെച്ചു ഡ്രൈവർ. ഞാൻ എന്നെയും കിട്ടുന്ന പ്രതീക്ഷിച്ചല്ല. കുറച്ച് ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാരും കൂടി പൈസ കൊടുത്ത് എന്താ പറയാ ജീവൻ രക്ഷിച്ചു. പക്ഷെ കണ്ണ് മാത്രമായിട്ട് എങ്ങനെ പോയി? കണ്ണല്ല, എനിക്ക് ബാക്ക് ശരിയല്ല. ബാക്ക് മൊത്തം നെറ്റ് ആൻഡ് ബോൾട്ട്സ് ആണ്. അല്ല അത് കാണുമ്പോ മനസ്സിലായില്ല. കമ്പ്യൂട്ടറിക്കാണെന്നാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ കണ്ണ് പോവാനായിട്ട് എന്താ ഇത്ര റീസൺ എന്താണ്?
ഹെഡ് ഇഞ്ചുറി ഉണ്ടാവും തന്നെ നെർവ്സ് കട്ടായി. ഓ നർസ് കട്ടായതാണല്ലേ. എന്നാലും അതങ്ങനെ കറക്റ്റ് ചന്തിയിൽ തന്നെ കമ്പിയിട്ട് ചന്തി കുത്തിയാണ് വീണ. അല്ല അത് ആക്സിഡന്റ് അത് വീഴുന്ന സമയത്ത് ചന്തിയില് കമ്പിട്ടേ ചന്തിയിലല്ലേ ഇടാൻ പറ്റുള്ളൂ ബ്രോ. അതിപ്പം പറയാൻ പറ്റില്ല. ചന്തിയിലാണല്ലോ ഉപകാരം, അതിലൂടെ ഒന്ന് കയറ്റി വിടയിലും കേട്ടോ. ഇതൊക്കെ ബ്രോ പറയുന്നത്. കാര്യം ചെയ്യാ, നമുക്ക് നേരെ നടക്കും. ഇവിടെ ആള് കൂടി. അതെ അതെ, ഇവിടെ ആളുണ്ട്. നിന്റെ കഥ നിന്റെ കഥ കേട്ടിട്ട് നിനക്ക് ഇവിടെ ഒരു ചാരിറ്റി ചെയ്യാനായിട്ട് ആൾക്കാർ കൂടി ഇവിടെ നിക്കണ്ടതാ. എല്ലാരും ഒന്ന് മാറണേ, എല്ലാരും ഒന്ന് മാറണേ. നമ്മൾ അനന്തരായിട്ടും സംസാരിക്കട്ടെ, അവന്റെ വിഷമങ്ങൾ മാറ്റണം. വാടാ വാടാ. അനന്തൻ അതിശയൻ സിനിമ കണ്ടിട്ടുണ്ടോ? അനന്ത നേരെ നേരെ ഇങ്ങോട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ഇച്ചിരി അതിന് നേരാണ്. അതിശയൻ സിനിമ കണ്ടിട്ടുണ്ടോ അനന്ത? അതിശയൻ സിനിമ ഇല്ല. അതിന്റെ അകത്ത് ഇങ്ങനെ ക്ലൈമാക്സിൽ പയ്യൻ ഇങ്ങനെ പോകും. എത്തുമ്പം സാമാന്യത്തിൽ സ്രാവ് കടിച്ചു വരും. പായേച്ചി സ്രാവ് കടിച്ചു ഒരു വിളിയൊക്കെ ഉണ്ട്. വർക്ക് ഇറങ്ങി ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ്? എന്താ എന്നും ഇങ്ങനെ നിനക്ക് നിനക്കൊന്ന് അതാണ് നനയ വാ, നമുക്ക് കടലിലെ എന്താണ് തിരമാലയൊക്കെ കൊണ്ടിട്ട് വരാം. വാ, നമ്മളെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട. ധൈര്യമായിട്ട് നീ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? നിന്റെ കണ്ണ് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ അതെ, നമ്മളുണ്ട് കൂടെ. നീ നടന്നോ ഫ്രണ്ടിലോട്ട് നടന്നോ, നമ്മളെ കൂടെ എന്റെ കൈ പിടിച്ചോ. രണ്ട് സൈഡിൽ ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ട്. നടന്നോളാ വന്നോ നീ വന്നോ, നിന്നെ മുങ്ങിയാണെ ഞങ്ങള് പിടിച്ചോളാം. വാ നീന്ത് പോട്ടെ. എടാ നിങ്ങൾ വരലടാ, നിങ്ങൾ വരല. ഇപ്പൊ ആൾക്കാർ കൂടി കഴിഞ്ഞ സ്പേസ് ബസ്സിൽ ആഴക്കടലിലോട്ട് നീന്തിയെ ഞങ്ങള് പിടിച്ചോളാം. ഞങ്ങൾ പിടിച്ചോളാം. ഞങ്ങളെല്ലാം സ്പേസ് ആക്ക്. ഞങ്ങളായിട്ട് നമ്മള് സ്പേസ് ആക്കിയേ. പിടിച്ചോ, സ്പേസ് ആക്കി പിടിച്ചോ. അനന്തം പോയി. അടുത്ത അതിശയം 2 ആണോ അനന്തൻ? അവരെ അനന്തവിടെ പോയി. ഞാൻ തിരിച്ചു വന്ന് അനന്തന് ബോഡി എടുക്കാൻ സമയമായി. അവൻ ചത്ത അണ്ണതോ അണ്ണവൻ ഇവിടെ എത്തിയണ. അതെ കരക്കണോ ഇതേ കരയെ കയറി ഇവിടെ ഇങ്ങോട്ട് കൊടുത്തിട്ട് അണ്ണാ ബോട്ടിൽ കയറി അവനെ വെച്ചങ്ങ് വിടെ. അങ്ങനെ നമ്മള് കരയെത്തി. പേടിച്ചാ വേണ്ട, നീ പെട്ടെന്ന് മുങ്ങിപ്പോയപ്പോ ഞാൻ നോക്കുമ്പോ നീ ഡോൾഫിൻ നീന്തി പോണ പോലെ പോണത്. നിനക്ക് നീന്താറിയല്ലോ നല്ലോണം. നീന്താൻ അറിയാലോ. ഓ, പണ്ടത്തെ സ്കിൽസ് വെച്ച് നീ പിടിച്ചല്ലേ. അല്ല ഇതിപ്പോ തിരമാലയുടെ ഒരു നീക്കത്തിന് അല്ലല്ല തിരമാലയുടെ നീക്കവും മറ്റേ കാറ്റിന്റെ വീശലും ഒക്കെ കൊണ്ട് നിനക്ക് മനസ്സിലായില്ലേ ഏതാണ് ഏത് സൈഡിലോട്ടാണ് നീന്തേണ്ടതെന്ന്. മറ്റേ വിഷമില്ല അവൻ തള്ളി കിട്ടണ വയ്യ. അവൻ കണ്ട പയ്യൻ തള്ളി കിട്ടത്. അവൻ തള്ളി കിട്ടണ പയ്യൻ പോയി. അവിടെ എന്ത് നടക്കുന്നത് നമുക്ക് നോക്കണ്ട. കേട്ടോ നല്ല 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 രീതിക്ക് അറിയാം ഇങ്ങോട്ട് നീന്തണത്. കള്ളൻ
അപ്പൊ ഇത് മറ്റേ പൃഥ്വിരാജിന്റെ ആ സിനിമ ഉണ്ടല്ലോ അണ്ണാ ഒരു കണ്ണ് കാണാണ്ട് സിനിമ ഉണ്ട് അഭിനയിക്കുന്നത്. മറ്റേ ദിലീപിന്റെ ചെസ് ചെസ് അല്ല പൃഥ്വിരാജിന്റെ ഉണ്ട് ഈ അടുത്ത് ഇറങ്ങിയത്. അതേതാ അണ്ണാ കണ്ടിട്ടില്ല? അതേതായിരുന്നു പൃഥ്വിരാജ്? കടലാണ് ഒരു പാട്ട് പാടുന്നത്. പാട്ട് പാടിക്കോ പാട്ട് പാടിക്കോ. അതാണോ അണ്ണാ ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മല്ല ഭ്രമരം. അല്ലല്ല ബ്രഹ്മം ബ്രഹ്മം. ഓ അങ്ങനെ. അതാ മറ്റേ പൃഥ്വിരാജിന്റെ അവിടെ നീ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് പാടാൻ പറഞ്ഞു. മറ്റേത് പാട്ടോ ചങ്കലിയിലെ ചങ്കലി. ഞാൻ പാടട്ടെ, ഇഷ്ടമുള്ള പാട്ട് കേട്ടോ, ഇഷ്ടമുള്ള പാട്ട്. അതിന്റെ പേരെന്തുവായിരുന്നു? സൗണ്ട് കേട്ടൂടാ. ഹലോ പാടിക്കോ പാടിക്കോ. മിന്നലഴകേ എന്തു ദാഹം നമ്മളിപ്പോ ഇവിടുന്ന് പോയാലോ അറിയില്ലല്ലോ അണ്ണാ. നമുക്ക് പാട്ട് പാടിയിട്ടാണ് ആരും ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കല്ലേ. ഇല്ല റിപ്ലൈ ഒന്നും കൊടുക്കല്ലേ. പെയ്യെ കൊടുക്കാം, ഒരു 5 മിനിറ്റ് വെയിറ്റ് കൊടുക്കാം. പാടട്ട് നടന്നു പോവാ നമുക്കത്. ഈ പ്രണയമധുരങ്ങളും മഴമുകിലാടകൾ തിങ്കളി ചന്തം വേലിപ്പൂവിന്നാണം ഈ ഞാൻ സൗണ്ട് തൊട്ട് കെട്ടാണ്. അവൾ മാത്രം സൗണ്ട് വെച്ചിട്ട് സീനുണ്ട് കേട്ടോ, കെട്ടാവുന്നുണ്ട്. സൗണ്ട് കട്ടാവുന്ന ബ്രോ, ഒന്നും കേട്ടോടാ. കൊറേ അതല്ല ഈ പാട്ട് നമുക്ക് അത്ര പിടിത്തില്ല. നമുക്ക് അറിയാവുന്ന എനിക്കൊന്നും പാടി തന്ന പാട്ടില്ല, അതൊന്നും പാടുവോ? ഏതാന്നേ മറന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പരിചയമുള്ളൊരു പാട്ട് പാടുവോ? കാരണം ഇതില് ബ്രോയുടെ സൗണ്ട് ബ്രോ ഹൈപ്പിച്ച് എടുക്കുമ്പോ സൗണ്ട് കട്ടായി പോന്ന്. ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ കിടക്കുന്നേന്ന് തോന്നുന്നു. ഒന്ന് ഓഫ് ചെയ്തായിരുന്നേ സെറ്റായിരുന്നു. ഇച്ചിരി നീങ്ങിക്കണം. റിപ്ലൈ നമ്മൾ പെയ്യെ റിയാക്ഷൻ നോക്കാം. സ്വർഗം മണ്ണിലുണരുമ്പോ നീയുളോ സ്വർഗം മണ്ണിലുണരുമ്പോ മാഞ്ഞു പോയൊരു താരം പോലും നിറഞ്ഞോ വാസന്തം പോലെ തെളിയും എൻ പുണ്യം ഏതോ ഏതോ വാക്കിനാവിലെ ഓമളി ജീവനിൽ അവളുടെ ഗാനായിടും എന്നിൽ ഏതോ മകളാവിൻ തേനീവം. ഓ വിഷയമായിരുന്നു ബ്രോ, വിഷയമായിരുന്നു. കൊള്ളായിരുന്നു ബ്രോ. നിനക്ക് എന്തായാലും നീ പട്ടിണിടന്ന് മരിക്കത്തൊന്നുമില്ല. പാട്ട് പാടി ജീവിക്കാം, പാടാൻ കഴിവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നീ ഇങ്ങ് വാ, ഈ പാട്ട് പാടാവോ? കണ്ണീർ മഴയത്ത് പാടിക്കൊണ്ടങ്ങ് പോവാ. കളി തൂറി. വാടാ വാടാ, എന്റെ കൈ പിടിക്കും. നേരെ നേരെ വീണ്ടും കടലിലേക്കാണോ പോണേ?
അല്ലല്ലേ ഇത് മറ്റേ ഇതാണ്ടാ വെള്ളത്തിലുള്ള പരിപാടി മതി നമുക്ക് വേറെ അവനെ മുതുക്കൊരാക്കിട്ടില്ല ആ ബ്രോ വാടാ നടന്നോ. ഇപ്പൊ ഞാനുണ്ട് ഇപ്പൊ ഓരോരുത്തന്മാര് ഈ പലേറ്റോ ഇപ്പം വണ്ടിയിലൊക്കെ കയറാൻ പറഞ്ഞ പലേറ്റോയിലെ കൊണ്ട് അവന്റെ ചാനൽ ലിങ്ക് ആരല്ലോ ഒന്ന് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ നോട്ട്സ് തിരിച്ചു വരില്ല അവിടെ തന്നെ നിൽക്കുവോ പറഞ്ഞിട്ടാ പിന്നെ ആരെല്ലാം പലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരില്ല അവിടെ തന്നെ നിൽക്കുന്നു. പിന്നെ അടുത്ത ആൾ ഇങ്ങോട്ട് വരണത് അവിടെ റൂട്ട് ബസ്സിന് കൈയടിച്ച് കയറാൻ പിന്നെ അറിയാമോ? റൂട്ട് ബസ്സിന് കൈയടിച്ച് കയറാനില്ല പിന്നെ അറിയാമോ? റൂട്ട് ബസ്സില്ലേ റൂട്ട് ബസ്